നമസ്കാരം. വിഷുമായ സൗമ്യ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാസ്തുശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണല്ലേ എല്ലാവരും. നമ്മൾ വീട് പണിയുമ്പോൾ സ്ഥലം വാങ്ങുമ്പോഴൊക്കെ എല്ലാം നമ്മൾ വാസ്തു നോക്കാറുണ്ട്. അത് നമ്മുടെ ഒരു ശീലമായി മാറി എന്ന് പറയാം. അതുപോലെ തന്നെ വാസ്തുവിൽ കന്നിമൂലയുടെ പ്രാധാന്യം. കന്നിമൂല ഒഴിഞ്ഞു കിടക്കുന്ന ദോഷകരമെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കന്നിമൂല ഒരിക്കലും ഒഴിഞ്ഞു കിടക്കുന്നത് നന്നല്ല എന്ന് പറയുന്നത്. ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. നമ്മളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിനെയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യത്തേക്ക് ദോഷം ചെയ്യുന്നതാണ്. പലപ്പോഴും കന്നിമൂല ഒഴിഞ്ഞു കിടക്കുന്ന ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത് അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ നോക്കാം കേട്ടോ. വളരെയധികം പ്രധാനപ്പെട്ട ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീകളെയാണ്. നിങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാക്കുന്നതിന് ഇത് കാരണമാകുന്നു. മാത്രമല്ല ഇവർക്ക് ജോലിയും പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. സർക്കാർ ജോലിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിൽ പലപ്പോഴും തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. കൂടാതെ ദോഷഫലങ്ങൾ വർദ്ധിക്കാനും ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥകളൊക്കെ കൂടുതൽ ഉദ്യോഗ കയറ്റുന്നതിലൊക്കെ തടസ്സങ്ങളൊക്കെ ഈ കന്നിമൂലയിലെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. വീട്ടിലെ കന്നിമൂല നിങ്ങൾ ഒഴിച്ചിടുകയാണെങ്കിൽ ഇത് പലപ്പോഴും സന്താനങ്ങളുടെ കാര്യത്തിലും അനിശ്ചിതത്വം നേരിടേണ്ടി വരും. അവർക്കും അതുകൊണ്ട് ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ പെൺകുട്ടികൾക്കാണെങ്കിൽ അതിൽ അങ്ങനെയുള്ള വീടുകളിലെ പെൺകുട്ടികൾക്ക് വിവാഹ ഭാഗ്യത്തിനൊക്കെ തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു. സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളിൽ കന്നിമൂലയുടെ പ്രാധാന്യം വലുതാണ്. വാസ്തുപ്രകാരം പറയുന്നത് വിവാഹം കഴിഞ്ഞെങ്കിലും സന്താന ഭാഗ്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ കന്നിമൂല കാരണമായി വരാറുണ്ട്. കന്നിമൂല ഒഴിച്ചിടുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ദോഷം നൽകുന്നു. പുരുഷന്മാർക്ക് രോഗങ്ങളൊക്കെ വിട്ടുമാറാതെ അവരെ പിടികൂടാറുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായ തളർച്ചയും ക്ഷീണവും ഒക്കെ ഇവരെ പിടിവിടാതെ നിലനിൽക്കുകയും ചെയ്യുന്നു. വീട്ടിലെ പ്രധാന കിടപ്പ് മുറി കന്നിമൂലയിലാക്കുന്നത് ശ്രദ്ധിക്കണം. വാസ്തുപ്രകാരം ഇത് ഗുണങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിന് എന്തുകൊണ്ട് മികച്ച ദിശ കന്നിമൂലയാണ്. വീടിൻ്റെ 2ാം നില പണിയുകയാണെങ്കിൽ ഉടൻ തന്നെ കന്നിമൂല ഒഴിച്ചിടാതെ ശ്രദ്ധിക്കണം. മറ്റുള്ള ദിക്കുകളിൽ ഏതെങ്കിലും ഒഴിച്ചിട്ടാലും കുഴപ്പമില്ല. വീടിൻ്റെ കന്നിമൂല എപ്പോഴും ഒഴിച്ചിടാതെ ശ്രദ്ധിക്കണം. വീടുകളിൽ ഐശ്വര്യക്കേട് കൊടുകൊള്ളുമെന്നാണ് ഇങ്ങനെയൊരു വിശ്വാസം. മാത്രവുമല്ല ഏത് കാര്യത്തിന് തടസ്സം നേരിടാനും സാധ്യതയുണ്ട്. ചില വീടുകളിൽ എപ്പോഴും കാണുന്ന ഒരവസ്ഥയാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒഴിയാത്ത അവസ്ഥ. വരവിനേക്കാൾ ചിലവ് അധികമാകുന്നതും കടങ്ങൾ പെറ്റുപെരുങ്ങുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്നും നേരിടുന്ന പ്രതിസന്ധികളാണ്. ഈ അവസ്ഥയ്ക്ക് ബാഹ്യമായ ചില പ്രധാന കാര്യങ്ങളുടെ വാസ്തുദോഷങ്ങളിലുള്ള പങ്ക്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. വാസ്തുപ്രകാരം 8 ദിക്കുകളിൽ ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് കന്നിമൂല. കന്നിമൂല എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. കന്നിമൂലയിൽ മലമൂത്ര വിസർജനം പാടില്ല, കിണർ പാടില്ല, ശൗചാലയം, വെള്ളം കെട്ടിനിടക്കുക, ശൗചാലയത്തിൻ്റെ ടാങ്ക് തുടങ്ങിയവ കന്നിമൂലയിൽ വരാൻ പാടുന്നതല്ല. അതുപോലെ തന്നെ കന്നിമൂലയിൽ തുളസി ചെടി നട്ട് വളർത്തുന്നത് അത്യുത്തമമാണ്. വീട്ടിലെ സകല ദോഷങ്ങൾ മാറുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ കന്നിമൂലയിൽ കറുക, മുക്കുറ്റി എന്നിവ നടുന്നതും ഐശ്വര്യം നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ കന്നിമൂലയിൽ പണം സൂക്ഷിക്കുന്നത് വരവ് കൂടുന്നതിന് സഹായിക്കുന്നതായിരിക്കും. കന്നിമൂലയിൽ അലമാര വെച്ചതിന് ശേഷം അവിടെ പണം സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ധനം കൂടാനും സമ്പത്ത് വർദ്ധിക്കാനൊക്കെ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും വാസ്തുപ്രകാരം കന്നിമൂല നല്ല വൃത്തിയായി സൂക്ഷിക്കുക. അവിടുത്തെ ദോഷങ്ങളൊക്കെ മാറ്റുക. ഈ പറഞ്ഞ രീതിയിലൊക്കെ വാസ്തുപ്രകാരം നിങ്ങൾ കന്നിമൂലയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പത്തും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.